എനിക്കത് എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് 100% ചെയ്യണമായിരുന്നു, അത് ചെയ്യേണ്ട കേസായിരുന്നു തോന്നി. ഈ നമ്മളിപ്പോൾ ഒരു ബിഫോർ ആഫ്റ്റേഴ്സ് നമ്മൾ ഇടുമല്ലോ യൂഷ്വലി, അതിലിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതിലിപ്പോൾ എന്താ എത്ര ചെയ്തതെന്ന്, കാരണം അത്രയും മനസ്സിലാവില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് ആ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ബോണ്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ആ ഒരു മിററിൽ നോക്കിയിട്ടുള്ള ഇതാണ് എനിക്ക് വേണ്ടത്, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഏതൊരു ഡെന്റിസ്റ്റിന്റെ ആ ഒരു സ്വപ്നമായിരിക്കും. അതെ. ഡോക്ടർ ലാസ്റ്റ് ഒരു കേസ് ചെയ്തില്ലേ, ഒരു പേഷ്യന്റിന്റെ വെനീർ. അപ്പൊ അവർക്ക് ഇപ്പം അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് വെനീർ സജസ്റ്റ് ചെയ്തത്? ആ കേസ് ഡോക്ടറല്ലേ? അതെ, ഞാനാണ് ആദ്യം കണ്ടതൊന്നും ചോദിച്ചത്. അതുണ്ടല്ലോ, എന്നിട്ട് ഡോക്ടർ ആദ്യം വെനീറൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നല്ലോ. ആ പേഷ്യൻറ്റിന് ഞാൻ എപ്പോഴും ഇസ്തറ്റിക്കലി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് പേഷ്യൻറ്റിൻ്റെ, അതായത് അവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത്. ആ കുട്ടീനെ സംബന്ധിച്ച്, ആ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ആസ് എ ഡെന്റിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എനിക്ക് ഒരു കുഴപ്പവും ആക്ച്വലി തോന്നിയിട്ടില്ല. അതെ, ഞാനും അവർക്ക് ചെറിയൊരു കംപ്ലൈന്റ് ആണല്ലോ, പക്ഷെ അവർക്ക് ഭയങ്കര കൺസേൺ ആണെന്ന് തോന്നുന്നു. അതെ അതെ, അവർക്ക് ആകെ ഉണ്ടായിരുന്നത് മുന്നത്തെ ഒരു പല്ലില് കുറേ മുന്നങ്ങാണ്ടോ പൊട്ടിയിട്ട് ഒരു പല്ല് അടച്ചിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അവർ പറഞ്ഞു പല്ല്, അതായത് ഗമ്മ് വിസിബിലിറ്റി ഉണ്ട്, ഗമ്മി സ്മൈലാണ്, അതൊക്കെ പറഞ്ഞു. നമ്മളത് ജസ്റ്റ് ജിഞ്ചൈവെക്ടമി ചെയ്തൊന്ന് അതിൽ നിർത്താന്ന് കരുതി ഞാൻ. അതെ, അത് നമ്മൾ ചെയ്തു. നമ്മൾ ലേസർ ജിഞ്ചൈവെക്ടമി ചെയ്തു. പ്രീമോളാർ കാനൈൻ ഏരിയയിൽ ചെയ്തപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. അതായത് പിങ്ക് ടൂത്ത് റിലേഷനിൽ കുറച്ചും കൂടി വൈറ്റ് കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയപ്പോൾ ഇച്ചിരി കൂടി ബെറ്ററായി. അപ്പം ഞാൻ വിചാരിച്ച പേഷ്യൻ്റ് അതിൽ ഓക്കെ ആവുന്നു. പിന്നെയും അവർക്ക് ചെയ്യണം, ഫ്രണ്ട് ടൂത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്നു. ഞാൻ വീണ്ടും 1 വീക്ക് ടൈം കൊടുത്തു, ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചിട്ട് വേണമെങ്കിൽ. അതായത് ഇവരുടെ ഈ ഓൾഡ് റെസ്റ്റോറേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീമാർക്കേഷൻ ഇല്ല, ഇച്ചിരി ഒരു പോളിഷിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. സാധാരണ കോമ്പോസിറ്റ് ഒക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കുട്ടീൻ്റെ അതുപോലും ഇല്ല. അപ്പോൾ എനിക്കത് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യണോ എന്നുള്ളൊരു ഗിൽറ്റിൽ ഞാൻ വീണ്ടും 1 വീക്ക് ടൈം കൊടുത്തു. പിന്നെ അവരിങ്ങോട്ട് വിളിച്ചിട്ട് വീണ്ടും 1 വീക്ക് കഴിഞ്ഞിട്ട് ചെയ്യണം, ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വന്ന്. അപ്പം ഞാൻ പിന്നെ അവരത്രയും ഇതിൽ വന്നിട്ട് എന്തായാലും എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു 2 ടൂത്ത്, ആൻറ്റീരിയർ 2 ടൂത്ത് മാത്രം കൂടുതൽ ആക്ച്വലി ഞാൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് കൂടുതൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇതിൽ മാത്രം ചെയ്ത് നോക്കാം. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വെനീസ് ചെയ്തിട്ടുണ്ട്, അതായത് സിവിയർലി ഡിസ്കളേർഡ്, ചിപ്ഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഹൈ ആയിട്ട് എനിക്ക് ആ വെനീർ ബോണ്ടിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ചെറുതാന്ന് തോന്നി, പക്ഷേ പേഷ്യന്റിന് അതൊരു വലിയൊരു കൺസേൺ ആയിരുന്നു. ശരിക്ക് ഡോക്ടർ അത് പറഞ്ഞ ആ സമയത്ത് ആരുണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, അസിസ്റ്റൻറ്റ് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ റിവ്യൂ ഇപ്പോൾ വിളിക്കണമായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് 100% ചെയ്യണമായിരുന്നു, അത് ചെയ്യേണ്ട കേസായിരുന്നു തോന്നി. ഈ നമ്മളിപ്പോൾ ഒരു ബിഫോർ ആഫ്റ്റേഴ്സ് നമ്മൾ ഇടുമല്ലോ യൂഷ്വലി, അതിലിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതിലിപ്പോൾ എന്താ എത്ര ചെയ്തതെന്ന്, കാരണം അത്രയും മനസ്സിലാവില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് ആ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ബോണ്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ആ ഒരു മിററിൽ നോക്കിയിട്ടുള്ള ഇതാണ് എനിക്ക് വേണ്ടത്, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അതായത് ഭയങ്കര എനിക്ക് സമാധാനമായി. സത്യം പറഞ്ഞാൽ സന്തോഷത്തിലേറെ എനിക്ക് സമാധാനമാണ് ആയത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മോശം പല്ല് നല്ല ഇതിൽ കാണിക്കുക, അങ്ങനെ ആകുമ്പോഴാണ് ഡെന്റിസ്റ്റിൻ്റെ ഒരു നല്ല റിസൾട്ട് കാണിക്കാൻ പറ്റിയ കേസസ് അങ്ങനെ ആയിരിക്കും. നല്ല ഡിസ്കളേർഡൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രസമുള്ള കേസ്. പക്ഷെ ഇത് ഭയങ്കര നല്ല പല്ലിനെ ആ പേഷ്യൻറ്റിൻ്റെ ഒരു കൺസേണിന്, അതായത് ആ കോൺഫിഡൻസ് 100% കൊടുത്തൊരു കേസാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ശേഷം ആ വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആൾക്കാർ ചോദിക്കുന്നതിൽ ഇപ്പം എന്താ ഒരു ചേഞ്ച് എന്നായിരിക്കും ഫുൾ കമൻസും വരിക. പക്ഷെ അതിൽ വേണ്ട ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അതെ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എന്നിട്ട് അവർ പാരൻറ്റിനോട് പറയാണ് നല്ല രസമില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ പാരൻറ്റ് പറയുന്നത് എന്താ പ്രശ്നം. പാരൻറ്റും നമ്മളൊക്കെ ഒരേപോലെയാണ് ചിന്തിച്ചത് എന്തായിരുന്നു പ്രശ്നം. പക്ഷെ അവൾ പറഞ്ഞു ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല സമാധാനമായി എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോയി. അപ്പോൾ അവർ അതായത് ഇനി ആ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്.
ഇനി അങ്ങോട്ട് ലൈഫിൽ ഒരുപാട് ഇൻ്റർവ്യൂസ്, അതായത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അക്വയർ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയത് എനിക്ക് സത്യത്തിൽ നല്ല സമാധാനവും ആശ്വാസവും. ആ ഒരു കേസ് അടിപൊളിയായിരുന്നു. ഈവൻ 2 ടൂത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ലോങ് കേസല്ല, എന്നാലും അത് അടിപൊളി കേസായിരുന്നു.